വർഷം 2018. ഒരു 12 വയസ്സുകാരൻ പയ്യനോട് നിനക്ക് വലുതാകുമ്പോൾ ആരാകാനാണ് ആഗ്രഹമെന്ന് ഒരു ജേർണലിസ്റ്റ് ചോദിച്ചു. എനിക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ ആവണം. ആ പയ്യൻ യാതൊരു സംശയവുമില്ലാതെ പറഞ്ഞു. 6 വർഷങ്ങൾക്കിപ്പുറം 2024 സിംഗപ്പൂരിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ ചാമ്പ്യനായ ഡിംഗ്ലറിനെ തോൽപ്പിച്ച് അന്നത്തെ ആ 12 വയസ്സുകാരൻ തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ വാശിയോടെ പിന്തുടർന്ന് തികഞ്ഞ അർപ്പണബോധത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും അത് യാഥാർത്ഥ്യമാക്കിയ വിശ്വനാഥൻ ശേഷം ലോക ചെസ് കിരീടം ഇന്ത്യയിലെത്തിച്ച ഗുകേഷ് ദൊമ്മരാജുവിന്റെ കഥയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വെൽക്കം ടു സ്റ്റോറീസ് വിത്ത് കിരൺ. 2006 മെയ് 29 ചെന്നൈയിലേക്ക് കുടിയേറിയ ഒരു തെലുങ്ക് കുടുംബത്തിലാണ് ഗുകേഷ് ജനിച്ചത്. ENT സർജനായ ഗുകേഷിന്റെ അച്ഛൻ രജനീകാന്ത് തന്റെ മെഡിക്കൽ കരിയറിന് വേണ്ടിയാണ് ചെന്നൈയിലേക്ക് കുടിയേറിയത്. അച്ഛൻ രജനീകാന്തും അമ്മ പത്മജയും നേരം പോക്കിനെ ചെസ് കളിക്കുന്നത് കണ്ടാണ് ഗുകേഷിന് ചെസ്സിൽ താല്പര്യം ജനിക്കുന്നത്. ലോകത്തെ മികച്ച ചെസ് താരങ്ങളിൽ മിക്കവാറുമുള്ളവരെല്ലാം തന്നെ വളരെ ചെറിയ പ്രായത്തിൽ ചെസ്സിലേക്ക് എത്തിയവരാണ്. മാഗ്നസ് കാൾസനെ പോലുള്ള താരങ്ങൾ 5 വയസ്സിനുള്ളിൽ തന്നെ ചെസ്സിൽ വിസ്മയ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു. അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗുകേഷിന്റെ ചെസ്സിലേക്കുള്ള രംഗപ്രവേശം അല്പം വൈകിയാണ്, 7ാമത്തെ വയസ്സിൽ. 2013 തന്റെ 7ാമത്തെ വയസ്സിലാണ് ഗുകേഷ് ചെസ് പഠനം ആരംഭിക്കുന്നത്. അതേ വർഷം തന്നെയാണ് 8 വയസ്സുകാരനായ ആർ പ്രജ്ഞാനന്ദ അൺറൈഡ് ലോക കിരീടം നേടി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അവർ ഇരുവരും ചെന്നൈ അയനമ്പാക്കത്തുള്ള വേലമ്മാൾ വിദ്യാലയ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. പ്രജ്ഞാനന്ദയെ പോലെ താനും ഒരിക്കൽ ചാമ്പ്യനാകുന്നത് ഗുകേഷ് സ്വപ്നം കാണാൻ തുടങ്ങി. പിന്നീട് ചെസ്സിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി 4ാം ക്ലാസ്സിൽ ഗുകേഷ് സ്കൂൾ പഠനം അവസാനിപ്പിച്ചു. 2015 ഏഷ്യൻ സ്കൂൾ ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 9 വിഭാഗത്തിൽ ജേതാവാകുന്നതോടെയാണ് ചെസ്സിൽ ഗുകേഷിന്റെ ജൈത്രയാത്ര ആരംഭിക്കുന്നത്. 2018 വേൾഡ് യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 12 കാറ്റഗറിയിൽ ഗുകേഷ് സ്വർണം നേടി. അതേ വർഷം തന്നെ നടന്ന ഏഷ്യൻ യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ 3 വ്യക്തിഗത സ്വർണവും ടീമിനത്തിൽ 2 സ്വർണവും അടക്കം 5 സ്വർണമാണ് ഗുകേഷ് നേടിയത്. 2017 മാർച്ചിൽ ഗുകേഷ് ഇന്റർനാഷണൽ മാസ്റ്ററായി. 2019 ജനുവരി 15 ഗുകേഷ് ചെസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 2ാമത്തെ ഗ്രാൻഡ് മാസ്റ്ററായി മാറി. വെറും 12 വർഷവും 7 മാസവും 17 ദിവസവും പ്രായമുള്ളപ്പോഴാണ് ഗുകേഷ് ഈ ബഹുമതി സ്വന്തമാക്കുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്ററായ സെർജി കരിയാക്കിനുമായി വെറും 17 ദിവസത്തെ വ്യത്യാസം മാത്രമാണ് ഗുകേഷിനുണ്ടായിരുന്നത്. 2022 ഗുകേഷിന്റെ കരിയർ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. ഓഗസ്റ്റിൽ ചെന്നൈയിൽ നടന്ന 44ാമത് ചെസ് ഒളിമ്പ്യാഡിൽ 11ൽ 9 പോയിന്റും നേടി ഗുകേഷ് സ്വർണം നേടി. ടീമിനത്തിൽ വെങ്കലം നേടിയ ടീമിലും ഗുകേഷ് അംഗമായിരുന്നു. സെപ്റ്റംബറിൽ ഏഷ്യൻ ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ടീമിലും ഗുകേഷ് അംഗമായി. അതേ വർഷം തന്നെ തന്റെ കരിയറിൽ ആദ്യമായി ഇലോ റേറ്റിംഗിൽ 2700 ഗുകേഷ് കടന്നു. ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ 3ാമത്തെ താരമായി ഗുകേഷ്. 2022 ഒക്ടോബറിൽ എയിം ചെസ് റാപ്പിഡ് ടൂർണമെന്റിൽ വെച്ച് നിലവിലെ ലോക ചാമ്പ്യനായിരുന്ന മാഗ്നസ് കാൾസനെ ഗുകേഷ് അട്ടിമറിച്ചു. അതോടെ കാൾസനെ തോൽപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ഗുകേഷ് മാറി. നേരത്തെ തന്നെ ഇലോ റേറ്റിംഗിൽ 2700 എന്ന കടമ പിന്നിട്ട ഗുകേഷ് വീണ്ടും മുന്നേറിക്കൊണ്ടിരുന്നു. മഹാബലിപുരത്ത് നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ തുടർച്ചയായ 8 വിജയങ്ങളുമായി ഇലോ റേറ്റിംഗിൽ 2750 ഗുകേഷ് മറികടന്നു. ഈ നേട്ടം കൈവരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവുമായി ഗുകേഷ് മാറി. ഇത്തവണ മാഗ്നസ് കാൾസന്റെ റെക്കോർഡാണ് ഗുകേഷ് തിരുത്തിയത്. 2023 നടന്ന ചെസ് വേൾഡ് കപ്പിൽ ക്വാർട്ടർ ഫൈനൽ വരെ മുന്നേറിയ ഗുകേഷ് ഒടുവിൽ മാഗ്നസ് കാൾസനോട് തോറ്റാണ് പുറത്തായത്. സെമി ഫൈനലിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ മുന്നേറ്റത്തോടെ വിശ്വനാഥൻ മറികടന്ന് ഇന്ത്യയിലെ ടോപ്പ് റാങ്ക്ഡ് ചെസ് പ്ലെയർ ആവാൻ ഗുകേഷിന് സാധിച്ചു. കഴിഞ്ഞ 37 വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ടായിരുന്നു ആനന്ദിന്റെ സ്ഥാനത്തിന് ഇളക്കം തട്ടുന്നത്. 2023 ഡിസംബറിൽ ഗുകേഷ് 2024 നടക്കുന്ന കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിന് യോഗ്യത നേടി. 2 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിലവിലെ ചാമ്പ്യനെ എതിരാളിയെ കണ്ടെത്താനായി നടത്തുന്ന ടൂർണമെന്റാണ് കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ്. ബോബി ഫിഷറിനും മാഗ്നസ് കാൾസണും ശേഷം കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിന് യോഗ്യത നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ 3ാമത്തെ താരമായി ഗുകേഷ് മാറി. കാനഡയിലെ ടൊറന്റോയിൽ വെച്ചായിരുന്നു കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് നടന്നത്. 14 റൗണ്ടുകളായി നടന്ന ടൂർണമെന്റിൽ 9 പോയിന്റ് നേടി ഗുകേഷ് ചാമ്പ്യനായി. 14 റൗണ്ടുകളിൽ നിന്ന് 5 ജയം, 8 സമനില, 1 തോൽവി. ഇതായിരുന്നു ഗുകേഷിന്റെ മത്സരഫലം. ഇന്ത്യൻ താരങ്ങളായ ആർ പ്രജ്ഞാനന്ദയെയും വിദിത് ഗുജറാത്തിയെയും ഈ ടൂർണമെന്റിൽ ഗുകേഷ് തോൽപ്പിച്ചു. ഇതോടെ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റ് വിജയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവുമായി ഗുകേഷ് മാറി. 2024 സെപ്റ്റംബറിൽ ബുഡാപെസ്റ്റിൽ നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ 10 മത്സരങ്ങളിൽ നിന്ന് 9 പോയിന്റുമായി തോൽവി അറിയാതെയാണ് ഗുകേഷ് സ്വർണം നേടിയത്. ടീമിനത്തിൽ ഇന്ത്യക്ക് സ്വർണം ലഭിക്കുന്നതിൽ ഗുകേഷിന്റെ ഈ അപരാജിത കുതിപ്പ് നിർണായകമായി. തന്റെ കരിയറിൽ ആദ്യമായി ഫിഡെ റാങ്കിങ്ങിൽ ആദ്യ 5 സ്ഥാനങ്ങളിൽ ഒന്നിലെത്താനും ഗുകേഷിനെ ഈ പ്രകടനം സഹായിച്ചു. ഒടുവിൽ എല്ലാവരും കാത്തിരുന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ സമയം വന്നെത്തി. സിംഗപ്പൂരായിരുന്നു വേദി. 14 ക്ലാസിക്കൽ റൗണ്ടുകളായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ആദ്യം 7.5 പോയിന്റ് നേടുന്ന ആളായിരിക്കും വിജയി. നിലവിലെ ചാമ്പ്യനായ ചൈനയുടെ ഡിംഗ്ലറൻ അത്ര നല്ല ഫോമിലായിരുന്നില്ല. എന്നാൽ ആദ്യ റൗണ്ടിൽ തന്റെ വിമർശകരുടെ വായടപ്പിക്കുന്ന പ്രകടനമാണ് ഡിംഗ്ലറൻ നടത്തിയത്. കറുത്ത കരുക്കളുമായി ഡിങ് വിജയിച്ചതോടെ ഗുകേഷിന്റെ പരിചയക്കുറവ് തിരിച്ചടിയാകുമെന്ന് പലരും വിശ്വസിച്ചു. തൊട്ടടുത്ത റൗണ്ടിൽ സമനിലയായിരുന്നു ഫലം. എന്നാൽ 3ാം റൗണ്ടിൽ വെള്ളക്കരുക്കളുമായി കളിച്ച ഗുകേഷ് തിരിച്ചടിച്ചു.
അതോടെ 1.5 പോയിന്റുമായി ഇരുവരും പോയിന്റ് നിലയിൽ തുല്യത പാലിച്ചു. പിന്നീട് അങ്ങോട്ട് 7 സമനിലകളാണ് പിറന്നത്. ആകെ 10 റൗണ്ടുകൾ കഴിഞ്ഞപ്പോഴും ആരാണ് മുന്നിലെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ. ഒടുവിൽ 11ാം റൗണ്ടിൽ വെള്ളക്കരുക്കളുമായി കളിച്ച ഗുകേഷ് വിജയിച്ചു. അങ്ങനെ ടൂർണമെന്റിൽ ആദ്യമായി ഗുകേഷ് പോയിന്റ് നിലയിൽ മുന്നിലെത്തി 6-5. ടൂർണമെന്റിൽ ഇനി 3 റൗണ്ടുകളാണ് അവശേഷിക്കുന്നത്. ഗുകേഷിന് ജേതാവാകാൻ ആ 3 റൗണ്ടുകളിലും സമനില മതിയായിരുന്നു. ഇതോടെ ഡിങ് സമ്മർദ്ദത്തിനടിപ്പെടുമെന്ന് കരുതിയവരെ നിശബ്ദരാക്കി ഡിങ് തിരിച്ചടിച്ചു. വെള്ളക്കരുകളിൽ വിജയം. അതോടെ പോയിന്റ് നില വീണ്ടും തുല്യമായി. 13ാം റൗണ്ടും സമനിലയായതോടെ മിക്കവാറും ചാമ്പ്യൻഷിപ്പ് ടൈ ബ്രേക്കറിലേക്ക് പോകുമെന്ന് എല്ലാവരും കരുതി. 14ാം റൗണ്ടിൽ വെള്ളക്കരുക്കളുടെ ആനുകൂല്യവും ഡിങ്ലറിനായിരുന്നു. 14ാം റൗണ്ടിൽ സമനില പിടിച്ച് ടൂർണമെന്റ് ടൈ ബ്രേക്കറിലേക്ക് നീക്കാൻ തന്നെയായിരുന്നു ഡിങ്ങിന്റെ തന്ത്രവും. മത്സരം ടൈ ബ്രേക്കറുകളിലേക്ക് എത്തിയാൽ കൂടുതൽ സാധ്യത പ്രവചിച്ചിരുന്നതും ഡിങ്ങിന് തന്നെയായിരുന്നു. കഴിഞ്ഞ ലോക ചാമ്പ്യൻഷിപ്പിൽ തന്റെ എതിരാളിയായ ഇയാൻ നെപ്പോമീഷ്യയെ ഡിങ്ലറൻ തോൽപ്പിച്ചതും ടൈ ബ്രേക്കറിൽ തന്നെയാണ്. 14ാം റൗണ്ടിൽ വിജയം മാത്രം പ്രതീക്ഷിച്ച് ഗുകേഷ് ആക്രമിച്ചു കളിച്ചപ്പോൾ ഏത് വിധേനയും സമനില നേടുക എന്ന രീതിയിലേക്ക് ഡിങ്ങിന്റെ കളിരീതി മാറി. മത്സരഫലവും ഏകദേശം അങ്ങനെ തന്നെ എന്ന രീതിയിലാണ് മുന്നോട്ട് പോയത്. സമനില അംഗീകരിച്ച് എപ്പോഴായിരിക്കും ഇരുവരും കൈകൊടുക്കുക എന്നത് മാത്രമായിരുന്നു കണ്ടിരിക്കുന്നവരുടെ ആകാംക്ഷ. എന്നാൽ 55ാം നീക്കത്തിൽ ഡിങ്ലറിന് പിഴച്ചു. റൂക്കും ബിഷപ്പും കാലാളും മാത്രമുള്ള കളത്തിൽ റൂക്കിനെ വെട്ടിമാറ്റാൻ ഡിങ്ലറിന് നൽകിയ അവസരം ഗുകേഷ് മുതലെടുത്തു. ഗുകേഷിന്റെ ക്ലോക്കിൽ 1 മണിക്കൂറിലധികവും ഡിങ്ങിന്റെ ക്ലോക്കിൽ വെറും 10 മിനിറ്റും ബാക്കിയുള്ളപ്പോഴായിരുന്നു ഡിങ്ലറിന് ഈ അബദ്ധം സംഭവിച്ചത്. ചൈൽഡിഷ് ബ്ലണ്ടർ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റിയൊരു പിഴവായിരുന്നു അത്. ഒരുപക്ഷെ സമയക്കുറവ് ഡിങ്ങിന്റെ ഏകാഗ്രതയെ ബാധിച്ചതാവാം. ആ അവസരം ഗുകേഷ് മുതലെടുത്തതോടെ മത്സരഫലം ഏതാണ്ട് നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഒടുവിൽ 58ാം നീക്കത്തിനു ശേഷം ഡിങ് തന്റെ തോൽവി സമ്മതിച്ചു. അങ്ങനെ ഗുകേഷ് ദൊമ്മരാജു എന്ന 18 വയസ്സുകാരൻ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിലെ 18ാമത്തെ ചാമ്പ്യനായി. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഗുകേഷിലൂടെ ലോക ചെസ് ചാമ്പ്യൻ പട്ടം വീണ്ടും ഇന്ത്യയിൽ എത്തുമ്പോൾ അതിലൊരു പങ്ക് ആനന്ദിനും അവകാശപ്പെട്ടതാണ്. ഗുകേഷ്, പ്രജ്ഞാനന്ദ, വൈശാലി, നിഹാൽ സരൻ തുടങ്ങി ഇന്ത്യയുടെ യുവതാരങ്ങൾ എല്ലാവരും തന്നെ 2020 ആനന്ദ് ആരംഭിച്ച വെസ്റ്റ് ബ്രിഡ്ജ് ആനന്ദ് ചെസ് അക്കാഡമിയിൽ പയറ്റി തെളിഞ്ഞവരാണ്. മിഖായൽ ബോഡ്വിനിക്കിന്റെ സ്കൂളിൽ പഠിച്ചിറങ്ങിയ അനാറ്റോലി കാർപ്പോവ്, ഗാരി കാസ്പറോവ്, വ്ളാഡിമിർ ക്രാംനിക് തുടങ്ങിയവർ നടത്തിയ റഷ്യൻ ചെസ് വിപ്ലവം പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ ഒരു ഇന്ത്യൻ ചെസ് വിപ്ലവമായിരിക്കും ആനന്ദ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. 2 വർഷങ്ങൾക്കപ്പുറം തന്റെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ ഗുകേഷ് ഇറങ്ങുമ്പോൾ എതിരാളിയായി വരുന്നത് മറ്റൊരു ഇന്ത്യക്കാരനല്ലെന്ന് ആര് കണ്ടു? നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കഥകളായി കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റോറീസ് വിത്ത് കിരൺ.